പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ വിശേഷതയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമില്ല, സാധാരണ എല്ലാവരും വീട് വെക്കുന്ന സമയം ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞ് അതിന് മുമ്പ് കട്ട വയ്ക്കുന്നതിന് മുമ്പ് കട്ടയോ കെട്ടുന്നതിന് മുമ്പായി ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഡാമ്പ് പ്രൂഫ് കോഴ്സ്. ഇല്ലെങ്കിൽ വെള്ളം, തറയിൽ നിന്ന് വരുന്ന വെള്ളം, ഫൗണ്ടേഷനിൽ നിന്നോ തറയിൽ നിന്നോ മണ്ണിൽ നിന്നോ വരുന്ന വെള്ളം മുകളിലേക്ക് സൂപ്പർ സ്ട്രക്ചറിലേക്ക് കടത്താതെ ഒരു ബാരിയർ, ഒരു പെയിൻറ്റ് പോലെ അടിക്കുന്ന ഒരു ചെറിയൊരു കോട്ട്, വെള്ളം കടക്കാതിരിക്കുന്നതിന് വേണ്ടി, ഡാമ്പിനെസ് മുകളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി അടിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡാമ്പ് പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ ബെൽറ്റും ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ മുകളിലായിരിക്കും കട്ട വെക്കുന്നത്. അപ്പോൾ കട്ട വെക്കുന്നതിന് മുമ്പ് നമ്മളൊരു പെയിൻറ്റ് കൊണ്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ഡാമ്പ് പ്രൂഫ് കോഴ്സാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിക്കുന്നതിന് മുമ്പ് നന്നായി ഈ കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ ഇല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ബെൽറ്റ് നന്നായി കഴുകിയതിന് ശേഷം വയർ ബ്രഷ് കൊണ്ട് അതിൻ്റെ പായൽ പോലെയുള്ള ഭാഗങ്ങൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ക്ലീനാക്കി ചെയ്തതിന് ശേഷം മാത്രമാണ് അത് അടിക്കേണ്ടത്. ഞങ്ങളിപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ ഏകദേശം ഫൗണ്ടേഷൻ ചെയ്ത് 1.5-2 വർഷത്തിന് ശേഷമാണ് മുകളിലേക്ക് കെട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ പായലുകളും ചെറിയ കോൺക്രീറ്റിൻ്റെയും മറ്റ് വേസ്റ്റൊക്കെ ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വയർ ബ്രഷ് കൊണ്ട് കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ ടോപ്പ് ഭാഗവും ഇടതുവശത്തും വലതുവശത്തുമുള്ള 2 ഹൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് നല്ല വെള്ളം കൊണ്ട് അടിച്ച് പൂർണ്ണമായിട്ട് എല്ലാ തരികളും ഔട്ട് സൈഡുള്ള മെറ്റീരിയൽസ്, ഇലയുടെ കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഫൗണ്ടേഷൻ നന്നായി കഴുകി ക്ലീനാക്കിയതിന് ശേഷം അത് ഉണങ്ങുവാൻ അനുവദിക്കുക. ഫൗണ്ടേഷൻ നന്നായി ഉണങ്ങിയതിന് ശേഷം ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ബിറ്റുഫിക്സിൻ്റെ ഒരു കെമിക്കലാണ്. ഈ കെമിക്കൽ 2 തവണ 2 കോട്ട് അടിക്കുമ്പോൾ മാത്രമാണ് കറക്റ്റ് ഫലപ്രദമായ ഒരു ബാരിയർ നമുക്ക് കിട്ടുന്നത്. ഹൊറിസോണ്ടലായിട്ട് ആദ്യം അടിച്ചതിന് ശേഷം അത് ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം വെർട്ടിക്കലായിട്ട് അടിക്കുക. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് എല്ലാ ഹോളുമെല്ലാം അടഞ്ഞിരിക്കും. യാതൊരുവിധ അടിക്കാൻ പെയിൻറ്റ് പറ്റാത്ത ഒരു ഭാഗങ്ങൾ അവിടെ കാണത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് ശരിക്കും ഡാമ്പ് പ്രൂഫ് കോഴ്സ് കോൺക്രീറ്റ് ബെൽറ്റുകളിൽ അടിക്കേണ്ടത്. ഡാമ്പ് പ്രൂഫ് കോഴ്സ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, 2 കോട്ട് അടിച്ചതിന് ശേഷം ആ അടിച്ച കോട്ടിൻ്റെ മുകളിൽ പിക്കാസോ മൺവെട്ടിയോ മറ്റ് ഉപകരണങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും വിധത്തിലോ സ്ക്രാച്ച് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ അടിച്ച പേരിൽ സ്ക്രാച്ച് ഉണ്ടാവുകയാണെങ്കിൽ അടിയിൽ നിന്ന് ഈർപ്പത്തിൻ്റെ നനവ് മുകളിലേക്ക് വന്ന് അത് പഴയതുപോലെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.